കനത്ത മഴയിൽ ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നേര്യമംഗലം, റാണിക്കല്ല്, രാജാക്കാട്, പൊന്മുടി, ഇരുട്ടുകാനം, തലയാർ തുടങ്ങിയിടങ്ങളിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കട്ടപ്പനയിൽ കനത്ത കാറ്റിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര ഡാമുകളുടെ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജെയിൻ എസ് രാജ് ചേർന്നുണ്ട്. ജെയിൻ, ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി? റോഡിലേക്ക് മറ്റു മരങ്ങൾ വീണ ഗതാഗതം ഒക്കെ തടസ്സപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരം, ജെയിൻ? തീർച്ചയായിട്ടും കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കി ജില്ലയിൽ പരക്കെ ശക്തമായ മഴയാണ്. ചില ഇടവേളകൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. അതിനുശേഷം വളരെ ശക്തമായ മഴ പെയ്യുന്നു. ജില്ലയുടെ എല്ലാ മേഖലകളിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളാണ്. ഇന്നലെ 2 വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണിരുന്നു. ഇന്നിപ്പോൾ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പുലർച്ചെ 5:30 നേര്യമംഗലം റാണിക്കല്ലിന് സമീപം വലിയ മരം റോഡിൽ മറിഞ്ഞു വീണിരുന്നു. ആ സമയത്ത് അവിടെ ഒരു വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടായി. അടിമാലിയിൽ നിന്നും കോതമംഗലത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പിന്നീട് ആ മരം മുറിച്ചു നീക്കിയത്. അതിനുശേഷം ആനച്ചാലിന് സമീപം ഇരുട്ടുകാനത്ത് മരം റോഡിലേക്ക് കടപുഴകി വീണു. അവിടെയും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാത, അത് ഉദുമൽപേട്ടയിലേക്ക് പോകുന്ന പാതയാണ്. ആ പാതയിൽ തലയാറിന് സമീപം വലിയൊരു മരം റോഡിലേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. അതും നീക്കം ചെയ്തിട്ടില്ല. അതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിമാലിയിൽ നിന്ന് രാജാക്കാട്ടിലേക്ക് പോകുന്ന വഴിക്കും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇവിടെയും മരം നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ മരം വീണാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ റോഡിലേക്ക് മറ്റും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ജാഗ്രത നിർദ്ദേശവും ആളുകൾക്ക് നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ എല്ലാവരും ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. ഇടുക്കിയിൽ നിന്ന് ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.